നിങ്ങൾ ഇതിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേര് പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ 2ഉം 3ഉം ആൾക്കാരെ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. അത് ആണും അങ്ങനെയാണ്, പെണ്ണും അങ്ങനെയാണ്. പക്ഷെ ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്ത് ഒരാളിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം അങ്ങനെ ഉള്ള ഒരു പെണ്ണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗേൾ ഒരാളെ അല്ലാതെ 2 പേരെ സ്നേഹിക്കുന്ന ഒരേ സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു സിറ്റുവേഷനായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. കാരണം ഉർവശിയുടെ ഒരു ക്യാരക്ടറാണ് ആ പെണ്ണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഹീറോയിൻ ക്യാരക്ടറാണോ അതോ ഒരു കോമഡി പീസാണോ? അതുപോലെ തന്നെ ജയറാമിൻ്റെ ക്യാരക്ടറാണോ അതിനകത്ത് നല്ലത് അതോ ശ്രീനിവാസൻ്റെ ക്യാരക്ടറാണോ? ശരിക്കും ഒരുപാട് ചതി അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ശ്രീനിവാസൻ തന്നെയല്ലേ അതിനകത്തെ ഹീറോ? ജയറാം ശരിക്കും അതിനകത്തൊരു കോമാളിയല്ലേ? ചിന്തിച്ച് നോക്ക്. അങ്ങനെയുള്ള ഒരു കോമാളിയായിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന് പറഞ്ഞ് നീങ്ങിപ്പോകുന്ന സമയത്ത് ജയറാമിനെ പോലുള്ള ഒരാളെ ആയിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും ജയറാം അതിന് കുറ്റക്കാരനാണെന്നല്ല പറഞ്ഞത്. അയാൾ ശരിക്കും അറിയാതെ തന്നെ ഒരു കോമാളിയാവുകയാണ്. അല്ലയോ? ചിന്തിച്ച് നോക്കി. അപ്പോൾ ജയറാം ആകുന്നതാണോ അതോ വിട്ടുകൊടുക്കുന്ന ശ്രീനിവാസനാവുന്നതാണോ നല്ലത് എന്നൊന്ന് ചിന്തിച്ച് നോക്കും. അതിൻ്റെ കൂടെ തന്നെ ഹീറോയിൻ്റെ അടുത്തുകൂടെ ഒന്ന് പറയാനുണ്ട്. അല്ലെ ഉർവശിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരോടും പറയാനുണ്ട്. കാരണം ഉർവശി ആവണോ അതോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉർവശിയുടെ ഒരു കോമഡി പീസായിട്ട് മാറണോ കുറേ നാൾ കഴിയുമ്പോൾ അതോ ഒരു സൂപ്പർ ഹീറോയിനായിട്ട് മാറണോ? ചിന്തിച്ച് നോക്ക്.